വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴെക്കോട് യൂണിറ്റ് പുറത്തിറക്കുന്ന 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് നമ്മുടെ താഴെക്കോട് യൂണിറ്റിലെ ഏറ്റവും പ്രഗത്ഭൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം താഴെക്കോട് മേഖലയിൽ ബിസിനസ് രംഗത്ത് വലിയ വളർച്ചയും വളർന്നു പന്തലിച്ചൊക്കെ നിന്ന ഏറ്റവും സമുന്നതനായ ഒരു വ്യാപാരിയുടെ മകനാണ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത്. ബഹുമാന്യനായ സി എച്ച് ബാപ്പുഹാജിയുടെ മകൻ പ്രിയങ്കരനായ CH മുസ്തഫാക്ക എല്ലാ മേഖലയിലും താഴെക്കോടിനെ ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച് താഴെക്കോട്ടെ സാധാരണക്കാരുടെ അവരുണ്ടാക്കുന്ന അനുഭവങ്ങൾ, അതായത് പച്ചക്കറിയും മറ്റ് അനുഭവങ്ങളും ഒക്കെ കൃത്യമായി അവരിൽ നിന്നും വാങ്ങിച്ച് ഇവിടെ ഒരു വലിയൊരു വിപണി തന്നെ സൃഷ്ടിച്ചുകൊണ്ട് താഴെക്കോടിനെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യാപാരി എന്നുള്ള നിലക്ക് CH ബാപ്പുഹാജി എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ആ ഒരു ചർച്ച വളരെ ഗംഭീരമായി തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഭവം തന്നെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ വാപ്പയുടെ ആ ഒരു വ്യാപാര ചരിത്രം, അദ്ദേഹം എവിടങ്ങളിലൊക്കെ വ്യാപാരങ്ങൾ നടത്തിയിരുന്നു, ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ എവിടേക്കൊക്കെ കയറ്റി അയച്ചിരുന്നു എന്നതിനെ കുറിച്ചും കൃത്യമായും തന്നെ, അതോടൊപ്പം തന്നെ വളരെ ചെറുപ്പം തൊട്ട് താഴെക്കോടുമായി കൃത്യമായി തന്നെ ടൗണിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൂടി മുസ്തഫാക്ക വാപ്പോജിയുടെ മൂത്തമകൻ എന്നുള്ള നിലക്ക് കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതായത് ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് വളരെ സ്നേഹത്തോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രിയങ്കരനായ ഞങ്ങളുടെ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി മമ്മൂക്കുട്ടി കാരാട്ടിലും ഇന്നത്തെ യൂണിറ്റ് നമ്മുടെ വീഡിയോയിൽ അനുഗമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി 2 വാക്ക് സംസാരിച്ചതിന് ശേഷം മുസ്തഫാക്ക അദ്ദേഹത്തിന് പറയാനുള്ള കൃത്യമായി മുഴുവനും ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരും എന്നുള്ള വിചാരത്തിൽ തന്നെ വരും തലമുറയ്ക്ക് താഴെക്കോടിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയാനുള്ള ഒരു ഉതകുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുസ്തഫാക്കനെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ചർച്ചയിലേക്ക് കടക്കും. പ്രിയപ്പെട്ടവരെ, CH ബാപ്പുഹാജി എന്ന് പറഞ്ഞാൽ താഴെക്കോടിൻ്റെ വ്യാപാര മേഖലയിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കപ്പെടേണ്ട ഒരു പേരാണ്. കാരണം കുടിയേറ്റ കർഷകർ വന്നിറങ്ങിയ കാലം മുതൽ താഴെക്കോട് അന്നൊരു വ്യാപാര മേഖല എന്നൊരിക്കലും അറിയപ്പെട്ടിരുന്നില്ല. അന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ നാട്ടിലുള്ള മലഞ്ചരക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുക, അത് ഈ താഴെക്കോട്ടുകാരനെ വാങ്ങുക, അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ളതാണ്. CH ബാപ്പുഹാജി അതിൻ്റെ നിർണായകത്വം വഹിച്ചത് ഈ ഒരു വിഷയത്തിലാണ്. തേങ്ങ വ്യാപാരം, പച്ചക്കറി വ്യാപാരം മാത്രമല്ല കയറ്റുമതി. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് 10ഉം 20ഉം ആളുകൾ അവിടെ ബാപ്പുഹാജിയുടെ ഇന്ന് നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ ആളുകൾ ജോലി എടുത്തിട്ട് കൈപ്പക്ക, പടവലങ്ങ എന്ന് വേണ്ട എല്ലാവിധ പച്ചക്കറി ഐറ്റംസും പൂള, തേങ്ങ ഇതെല്ലാം കയറ്റുമതി ചെയ്യുമായിരുന്നു. അപ്പം അന്നൊക്കെ അതൊരു അത്ഭുതമായിരുന്നു. അതായത് താഴെക്കോടിൻ്റെ വ്യാപാര മേഖലയിലെ ആണിക്കല്ലെന്ന് പറഞ്ഞാൽ CH ബാപ്പുഹാജിയാണ്. അത് വരും തലമുറക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ സംരംഭം തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി മുസ്തഫ പറയട്ടെ. ബാപ്പുഹാജിയുടെ മൂത്ത പുത്രനായ CH മുസ്തഫ സാഹിബ് പറയട്ടെ. ഓക്കെ എന്നാൽ ചരിത്ര പുസ്തകം മറക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങളെ അഭിപ്രായം കൂടി പറഞ്ഞതിന് ശേഷം ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് നീങ്ങിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി തന്നെ മുന്നോട്ട് വെക്കാത്തൊരു ആശയമാണ് താഴെക്കോട് യൂണിറ്റ് വ്യാപാര ചരിത്ര പുസ്തകം 4 പതിറ്റാണ്ടിൻ്റെ. ആ ചരിത്ര പുസ്തകത്തെ കുറിച്ച് എന്താണ് മുസ്തഫാക്കയുടെ അഭിപ്രായം? അതുകൂടി പറഞ്ഞിട്ടാണ്. അതായത് വ്യാപാര രംഗത്ത് കേരളത്തിലെ വ്യാപാരി വ്യവസായികൾ താഴെക്കോട് യൂണിറ്റിൽ ഇങ്ങനെ ഒരു ആശയം പ്രചരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പഴയ കാലത്ത് ഈ യൂണിറ്റിൽ അംഗമായിരുന്നു ഞാൻ. ഇപ്പോഴും അംഗമാണ്. പക്ഷേ താഴെക്കോട് ഭാഗത്തല്ല, മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തുള്ള വ്യാപാരി. അതായത് ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മറ്റു യൂണിറ്റുകളിലൊന്നും ഇങ്ങനെ എന്നാണ് തോന്നുന്നത്.
അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഞാൻ താഴേക്കോട് യൂണിറ്റിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ശ്രീ അസഫിനെയും സെക്രട്ടറി മമ്മു സാഹിബിനെയും മറ്റു കമ്മിറ്റി അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെ ബാപ്പാന്റെ ആ ഒരു ബിസിനസ് രംഗത്തെ തുടക്കം മുതലുള്ള ഒരു മേഖല എങ്ങനെയാണ്? അതായത് താഴേക്കോട്ടെ ചരിത്രം ആണല്ലോ ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ വ്യാപാര മേഖലയിലുള്ള വളർച്ചയിലൂടെയാണല്ലോ. ഞങ്ങൾ ഏറ്റവും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബാപ്പാന്റെ ഒരു ചരിത്ര പിന്നെ കച്ചവട മേഖലയിൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കിയുള്ള മേഖലയിലേക്ക് എത്തുന്നുള്ളത്. അതിലിപ്പോ എങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ ഒരു സമൂഹത്തിന്റെ മറ്റേ ആ വികസനത്തിന്റെ ചരിത്രം എടുത്താൽ അവിടെ മുൻപന്തിയിൽ നിൽക്കുക വ്യാപാരികളായിരിക്കും. അത് ചെറുതായാലും വലുതായാലും ഏത് എല്ലാ ഉയർച്ചയുടെ പിന്നിൽ വ്യാപാരികളായിരിക്കും. കാരണം അവരാണ് വഴികാട്ടുക, വ്യാപാരികളാണ് വഴികാട്ടുക, അവരെയാണ് മറ്റുള്ളവർ പിന്തുടരുന്നത്. അപ്പൊ ആ വ്യാപാര മേഖലയിൽ ഇന്ന് താഴേക്കോട് വിദ്യമുദ്ര പതിപ്പിച്ച 1ാം സ്ഥാനം സംശയലേശം എന്ന് പറയാം, അത് CH ബാപ്പുവാണ്. തീർച്ചയായും. അതായത് 1968-70 കാലഘട്ടത്തിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള കുറച്ച് ഓർമ്മകൾ ഞാൻ പങ്കുവെക്കുന്നു. അതിന് മുൻപ് മുൻകാലങ്ങളിലുള്ളവർക്ക് നമ്മുടെ താഴേക്കോടിന്റെ ചരിത്രം ഏതാണ്ട് അരനൂറ്റാണ്ടിനപ്പുറമായി പറയാനും കാണും. താഴേക്കോട് അങ്ങാടിയിലെ എൻ്റെ ഓർമ്മ ഇതിലുള്ള ഒരു ചുരുക്കം ചില വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതായത് പിന്നെ പലചരക്ക് കട, പോക്കര ഹാജി, ഉണ്ണീൻ ഹാജി, ആലിപ്പു ഹാജി, ഹംസ ഹാജി, അതായത് 4ാമത്തെ ഹംസ ഹാജി എന്നീ പലചരക്ക് കടകളും കൂടാതെ താഴേക്കോട് മുഹമ്മദ് ഹാജി, അതായത് നാഷണൽ ഹോട്ടല്, ജനതാ ഹോട്ടല് എന്നീ സ്ഥാപനങ്ങൾ കൂടാതെ ചില ബീഡി തെറുപ്പ് കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതായത് KMT, കുറച്ച് അലി ഹംസ ഹാജി, അങ്ങനെ ചില ബീഡി തെറുപ്പ് കേന്ദ്രങ്ങളും മാത്രമാണ്. അക്കാലത്ത് താഴേക്കോട്ടെ വരുമാനം എന്ന് പറയാനുള്ളത് നെൽകൃഷി മാത്രമാണ്. കൂടാതെ നമ്മുടെ രാജ എസ്റ്റേറ്റിൽ ചില ആളുകൾ സ്ഥിര ജോലിയായിട്ട് തുച്ഛമായ ശമ്പളത്തിൽ രാജ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുമായിരുന്നു. റബ്ബർ കൃഷിയല്ലേ? റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടുന്ന ജോലി. കൂടാതെ താഴേക്കോട്ടെ വരുമാന മാർഗം എന്ന് പറയാൻ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലൊന്നും കാണുന്നില്ല. കൂടാതെ പിന്നെ താഴേക്കോട് അങ്ങാടിയിൽ ചെറുകിട പള്ളിയുടെ ഈ ഭാഗങ്ങളിൽ ചെറുകിട കച്ചവടങ്ങൾ, ചെറുകിട ഹോട്ടലുകൾ, പിന്നെ ചെറുകിട പെട്ടിക്കടകൾ, അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ഇവിടെ അച്ചിപ്ര, പിന്നെ കജ്ജമാനൊക്ക, പെരുമ്പത്തൂര് ഹോട്ടല്, പിന്നെ പെരുമ്പത്തൂർ ഹോട്ടലിന്റെ വല്യപ്പ, അങ്ങനെ ചെറുകിട വ്യാപാരങ്ങളും പിന്നെ മമ്മുവിന്റെ വാപ്പ മീൻ കച്ചവടം തുടങ്ങി അങ്ങനെ ചെറുകിട കടകൾ വളരെ തുച്ഛം. പക്ഷെ ഈ ചെറുകിട കടകളൊക്കെ വരാൻ കാരണം നമ്മുടെ താഴേക്കോട് പള്ളിയിൽ പഴയ കാലം മുതലേ ഒരു നീർച്ച ഉണ്ടായിരുന്നു, അറിയപ്പെടുന്ന നീർച്ചയായിരുന്നു. ആ നീർച്ചയ്ക്ക് പല ഭാഗങ്ങളിൽ നിന്നും താഴേക്കോടിന്റെയും മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വന്ന് അങ്ങനെയാണ് ഈ ചെറുകിട കച്ചവടങ്ങളിലൂടെ വളരാൻ കാരണം. ആ സമയത്ത് ഏതായാലും പ്രധാനപ്പെട്ട വ്യാപാര കച്ചവടം എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പുറത്തെ സൈഡിൽ നമ്മളിരിക്കുന്ന പള്ളി ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ സമയത്ത് ആണ് ഈ ജനതാ ഹോട്ടൽ എൻ്റെ വാപ്പ ഇവിടെ ആരംഭിക്കുന്നത്. ഞങ്ങളെ വാപ്പൻ ജനതാ ഹോട്ടൽ തുടങ്ങുന്നത് അതൊരു അറിവായിരുന്നു, അറിവുണ്ടായിരുന്നില്ല. അപ്പോ ഈ ജനത അപ്പോഴേ ഇന്നലെ ലാസ്റ്റ് മാസമാണ് പറഞ്ഞത്. അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ജനതാ ഹോട്ടൽ എൻ്റെ കണക്കിൽ ജനതാ ഹോട്ടൽ നിങ്ങളെ എളാപ്പയിൽ തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനം അതായത് ജനതാ ഹോട്ടൽ എവിടെയായിരുന്നു ചോദിച്ചാൽ ഇപ്പൊ നമ്മളെ ഗ്രാമീണ ബാങ്ക് അവിടെ വാടക കെട്ടിടത്തിലായിരുന്നു. ആ കെട്ടിടം നമ്മുടെ എല്ലാ കുഞ്ഞുണ്ണിയാക്ക അവരിലായിരുന്നു. അങ്ങനെ ചില ചില്ലറ വ്യാപാര കേന്ദ്രങ്ങൾ താഴേക്കൊണ്ട് വരുമാന മാർഗമായിട്ട് അക്കാലത്തൊന്നുമില്ല. ഈ നീർച്ച സമയത്ത് പുറം ആളുകൾ വന്നിട്ട് ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്ന അന്ന് കാലത്ത് ഈ നീർച്ച സമയത്ത് ചില കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഞാനും ഒരു കച്ചവടം ചെയ്തിരുന്നു, അലുവ കച്ചവടം.
പാപ്പാന്റെ കൂടെ വേറെ പുറത്ത് വേറെ റൂമില്. ചരിത്രം നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും താഴക്കോട് സാമ്പത്തികമായി വളരെ മോശമായ ആ സമയത്ത് ഈ ജനതാ വോട്ട് കേന്ദ്രീകരിച്ച് നമ്മൾ പിന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള അച്ചായന്മാരെ കുടിയേറി തെക്കൻ മേഖലയിൽ നിന്നുള്ള തിരുവിതാംകൂറിൽ നിന്ന് അച്ചായന്മാരെ ക്രിസ്ത്യൻസ് കുഴപ്പമൊന്നുമില്ല ആരുണ്ടായിരുന്നു കുടിയേറി താഴെക്കോട് വന്ന് വെള്ളപ്പാറ അമേരിക്കാട് പുറമ്പ് ഭാഗങ്ങളിൽ താമസം തുടങ്ങിയ കാലം. അതിലൊരു രസകരമായ തങ്കച്ചനേറ്റുമായിട്ട് നമ്മളന്ന് ദേവസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോ ഉപ്പാന്റെ പേര് നമ്പർ 1 ആയിട്ട് എടുത്ത് പറഞ്ഞ അതാ വീഡിയോ കുടിയേറ്റ കർഷകരുമായി ചർച്ച നമ്മൾ KD ദേവസ്യ ചർച്ചയില് കൃത്യമായി തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങള് ചോപ്പാജിയാണ് എടുത്തിരുന്നതിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഈ അവരുടെ ഒരു ലക്ഷ്യകേന്ദ്രം തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ വരുമ്പോഴുള്ള ലക്ഷ്യകേന്ദ്രം ജനതാ ഹോട്ടലായിരുന്നു. അങ്ങനെ ജനതാ ഹോട്ടൽ വാപ്പയായിട്ടുള്ള ആ ബന്ധത്തിന്റെ പേരിൽ ഇവിടുത്തെ പിന്നെ പറമ്പുകള് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകള് മലയോര പ്രദേശങ്ങളിൽ എല്ലാം ഒരു കൈമാറ്റത്തിന് വാപ്പയുടെ സഹായമുണ്ട്. അവർക്ക് വന്ന് താമസിക്കാൻ വേണ്ടിട്ട് അല്ല, അവർക്ക് ഈ കച്ചവട സ്ഥലങ്ങൾ കൃഷി സ്ഥലം. പിന്നെ മാത്രല്ല ബാപ്പുഹാജി സഹായിച്ചത് ദേവസ്യ പറഞ്ഞ വാക്കിൽ കൂടി ഞാൻ പറയാം. അതായത് ഇവർക്ക് വേണ്ടുന്ന അവിടെ അതിന് വേണ്ടുന്ന വിത്ത് ഇറക്കാനും ഈ വിത്ത് ഇറക്കിയിട്ട് ഫലം കിട്ടണമെങ്കിൽ ഒരു 5-6 മാസം പിടിക്കണം. അപ്പൊ അതിനുള്ള ചെലവുകളെല്ലാം ബാപ്പുഹാജി അവർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ അവരെ ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ അടിത്തറ അവരുടെ അത്താണി, നമ്മൾ അത്താണി എന്ന് പറയുന്നത് അത് ബാപ്പുഹാജിയാണ് എന്നാണ് ദേവസ്യ നേരിട്ട് പറഞ്ഞതാണ് ചർച്ചയിൽ സൂചിപ്പിച്ചത്. അപ്പോ താഴെക്കൊണ്ട വരുമാനം നമ്മളെ പുറത്തുനിന്നുള്ള വരുമാനം ഈ നേർച്ച ഞാൻ പറഞ്ഞല്ലോ. അക്കാലങ്ങളിൽ നമ്മളെ മരുതല, കുടമല, കരപ്പുറമ്പ്, അമ്മിനിക്കാട്, കാപ്പുമുഖം ഭാഗങ്ങളിൽ നിന്നും ഈ ജനതാ ഹോട്ടൽ കേന്ദ്രീകരിച്ച് വൈകുന്നേരങ്ങളിൽ പൊറോട്ടയും ഇറച്ചിയും കഴിക്കാൻ നിറയെ ആളുകൾ വരുമായിരുന്നു. അന്നത്തെ പൊറോട്ടയ്ക്ക് ചായക്ക് നെയ്യപ്പത്തിനൊക്കെ ഒരു 10 പൈസ ഉള്ള കാലമാണ്. എന്തായാലും ഈ അച്ചായന്മാരെ കുടിയേറി പാർത്തു. പിന്നെ മലപ്രദേശങ്ങളിൽ അവർക്ക് കായ്കറി പച്ചക്കറി കൃഷികൾ തുടങ്ങാൻ തുടങ്ങി. പിന്നെ വെണ്ട, കൈപ്പക്കാണ് തുടങ്ങിയ പച്ചക്കറികൾ വളരെ തുച്ഛമായതിൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ രാജ്യം, അതായത് നിങ്ങളുടെ ഓഫീസ് നിൽക്കുന്ന വ്യാപാരി വ്യവസായ ഓഫീസ് അവിടെ കൊണ്ടുവന്ന് 8-10 ചാക്ക് കേന്ദ്രീകരിച്ച് ബസ്സിന് കോഴിക്കോട്ടേക്ക് കയറ്റി പച്ചക്കറി അത് ബസ്സിന്റെ പുറത്ത്. പിന്നെ മറ്റേ ഈ 10 പൈസ എന്ന് പറഞ്ഞാൽ ചിരിക്കണ്ട. അന്ന് 10 പൈസ 1.5 10 പൈസ 10 പൈസ അല്ല. അതിന്റെ മുമ്പത്തെ കാലഘട്ടത്തിലുള്ള കഥകള് നമ്മളിലും പ്രായം കൂടി അവർക്ക് പറയാനുണ്ടാവും. പിന്നെ ഒരു തമാശ ഈ മറ്റേ വെണ്ടാന്ന് പറഞ്ഞപ്പോ അഷ്റഫ് ഒന്ന് ചിരിച്ചു. ശ്രദ്ധിച്ചോ? വെണ്ട, കൈപ്പക്ക, പച്ചക്കറി എന്ന് ചർച്ച പിന്നെ മുപ്പരെ കൺഫ്യൂഷൻ ആക്കണ്ട. പിന്നെ പച്ചക്കറി കയറ്റുമതി ചെയ്തിരുന്നു 10 ചാക്കൊക്കെ. താഴെക്കോട് ബസ്സിന്റെ പുറത്ത് വളരെ ചുരുക്കം ബസ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഈ പച്ചക്കറി കയറ്റാൻ വേണ്ടി പാലക്കാട് നിന്ന് വരുന്ന ബസ് ഇവിടെ പള്ളിയുടെ മുമ്പിൽ വരും. അപ്പോ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പിന്നെ വ്യാപാര സ്ഥാപനങ്ങളാണല്ലോ. കൂടാതെ നമ്മളെ മക്കാമാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം പിന്നെ മക്കാമും പള്ളിപ്പടി ഉണ്ടായിരുന്നത്. അങ്ങനെ ആയിരിക്കാം ഈ മക്കാമ് കേന്ദ്രീകരിച്ചുള്ള വരവും അതോടനുബന്ധിച്ചായിരിക്കാം താഴെക്കോട് പള്ളിപ്പടി എന്ന പേര് വരാൻ കാരണം. എൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെയാണ്. അതിൽ വേറൊന്നും വേണ്ടി ഇപ്പോൾ പച്ചക്കറി ബസ്സിന്റെ മുകളിൽ കയറ്റാന്ന് മുസ്തഫായി ഒറ്റവാക്കി പറഞ്ഞു. പക്ഷെ അതൊരു കലയാണത്. അതായത് ഒരു ഇന്നത്തെ പൂയിക്കൊട്ടയല്ല, ഒരു വള്ളിക്കൊട്ടയാണ്. അതായത് വലിയൊരു വള്ളിക്കൊട്ട ഏകദേശം ഒരു 60-70 കിലോത്തോളം അതിന്റെ മുകളിൽ ഇങ്ങനെ 100 കിലോ ശരാശരി നമുക്ക് കൂട്ടാം. അത്രയും ഇതിന്റെ മുകളിൽ വലിഞ്ഞ് കെട്ടി ചൂടിക്കമ്പ് കൊണ്ട് കെട്ടി ഈ കൊട്ട തലയിൽ വെച്ചിട്ട് ഈ ബസ്സിന്റെ കോണികാറുണ്ട്.
അപ്പൊ കൊട്ടമ്മ പിടിക്കാൻ കഴിയും. കൊട്ടമ പിടിക്കാൻ പറ്റില്ല. ഓടുമ്പൊക്കെ മനസ്സിലാകാറ്. കൊട്ട തലയിൽ മാത്രമാണ്. ആ. അതൊരു കഴിവ് തന്നെയാണ്. പിന്നെന്താ? അതൊന്നും ഇപ്പൊ ഇന്ന് നമ്മളെ സർക്കസ് അഭ്യാസിയെ കൊണ്ട് കാണുന്ന കഴിവ് ഒറ്റ വാക്കി പറഞ്ഞത് മനസ്സിലാവൂല. ഞാൻ അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അക്കര മമ്മൂട്ടിയാക്ക എന്റെ ഓർമ്മയില് അതില് നമ്പർ 1 ഉണ്ട്. അക്കര മമ്മൂട്ടിയാക്ക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഞാനുടെയും ഗഫൂറിന്റെ ഒക്കെ വാപ്പ. അക്കര മമ്മൂട്ടിയാക്ക മാത്രല്ല, അക്കര മമ്മൂട്ടിയാക്ക ഈ മരുതര ഭാഗങ്ങളിൽ നിന്നുള്ള മുതുകുറ്റി ഹംസാക്ക, കുക്കോട മുഞ്ഞുണ്ണിയാക്ക, അമേരിക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള പല കോടന അരക്കുറമ്പ് ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഏതായാലും ഈ പച്ചക്കറി വ്യാപാരം ആരംഭിച്ച അവിടെ നിന്നിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പാപ്പാക്ക് സാധിച്ചിരുന്നു. അന്ന് എന്തായാലും അച്ചായന്മാരെ കുടിയേറി പാർത്ത് ഇവിടെ കായ്കറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടുകാരും കൃഷി പണി പഠിച്ചു. അങ്ങനെ ഒരു പച്ചക്കറി വ്യാപാരം തന്നെ ലോഡ് കണക്കിന് എന്ന് പറയാം. ഇവിടെ ഈ അങ്ങാടിയിലുള്ള ഹോട്ടലിൽ നിന്നും ആ സമയത്താണ് അവിടെ പുതിയ കെട്ടിടം തുടങ്ങിയത്. സ്വന്തം ബിൽഡിംഗ്. ഓൾറെഡി നിങ്ങളെ സ്ഥലം തന്നെ ഇല്ലേ? സ്ഥലം നമ്മൾ മേടിച്ചത്. മേടിച്ചതാ? സ്ഥലമായിരുന്നു വാങ്ങിച്ചതാണ്. അപ്പൊ അവിടെ പച്ചക്കറി വ്യാപാരം തുടങ്ങി. താഴേക്കോട് പള്ളിപ്പടിയിൽ നിന്ന് ഒരു ലോഡ് പാവയ്ക്ക, അല്ലെങ്കിൽ ഒരു ലോഡ് പച്ചമുളക്, ഒരു ലോഡ് പടവലം ഐറ്റംസ് ഒക്കെ. ഒരു ലോഡ് പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പച്ചക്കറി കേന്ദ്രമായി മാറി. ആ പച്ചക്കറി അത് കോഴിക്കോട് കേന്ദ്രീകരിച്ചും തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്കും വ്യാപാരം അങ്ങനെ അധികരിച്ചു വന്നു. സുന്ദര കൂടി കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല ഭാഗങ്ങൾക്കൊക്കെ കയറ്റിയിരുന്നു. ആ വ്യാപാരത്തിലൂടെ നമ്മുടെ താഴേക്കോടിനെ പറ്റി കേരളത്തിന്റെ വിവിധ മാർക്കറ്റുകളിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരു വ്യാപാര കേന്ദ്രമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് കുരുമുളകും മറ്റേ മലഞ്ചരക്കും ഒക്കെ അതിനുശേഷം മലഞ്ചരക്ക് വ്യാപാരം, ഉണക്കക്കപ്പ, മറ്റു വ്യാപാരങ്ങളും ആരംഭിച്ചു. കുരുമുളക്, റബ്ബർ ആരംഭിച്ചു. അത് തുടർന്ന് വ്യാപാരം വ്യാപിപ്പിച്ച് തമിഴ്നാടിന്റെ ചില ഭാഗങ്ങൾ, കോയമ്പത്തൂർ, സേലം, ഈരോട്, അമരാവതി ഗ്രൂപ്പ് സ്പെക്ട്, അവിടേക്കൊക്കെ ലോഡ് കണക്കിന് റബ്ബർ നമ്മൾ കാര്യമായിട്ട് സ്റ്റോക്ക് വെച്ചിട്ട് കൊച്ചി കേന്ദ്രീകരിച്ചാണ് കയറ്റി. അതിൽ പിന്നെ കഥകൾ വേറെ പറയാനുണ്ട്, അതിപ്പോ പറയത്തില്ല. കൂട്ടുകാരെത്തിട്ട് അവിടെ പിന്നെ ഗോഡൌൺ ഉണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ കപ്പൽ മാർഗം കയറ്റി പുറം നാടുകളിലേക്ക് കപ്പലില് കൂട്ടുകച്ചവടമായിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതാണ്. ഇപ്പൊ നമ്മള് മറ്റേ കൊച്ചിയിലേക്ക്, കോഴിക്കോട്ടേക്കൊക്കെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ അവസ്ഥയും കൂടി മനസ്സിലാക്കണം. ഒരു ജോലി മനുഷ്യർക്കില്ല. എവിടെയെങ്കിലും ജന്മിത്വത്തിന്റെ ഭൂമിയിൽ പാടത്തെ പണിയും പറമ്പിലെ പണിയും അല്ലാതെ വേറൊരു പണിയില്ല. ഇന്നത്തെ ഒരു മേഖലയും അത് തുറന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഒന്നുകിൽ ബോംബെ, അല്ലെങ്കിൽ മറ്റേ ശിലോണ്, അതല്ലെങ്കിൽ ബർമ്മ, ഇവിടേക്കൊക്കെ പോയിട്ട് ആണ് ആളുകൾ ജീവിച്ചു പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ നാട്ടില് അടിമകളെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ജോലിക്കൊരു വകുപ്പില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇപ്പൊ ജീവിക്കാൻ അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിയ ഏതെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും നിന്ന് ഒരു 500-800 ഇട്ട ഒരു പ്രയാസപ്പെട്ട അന്ന് അങ്ങനെ ഒരു അവസരം ഇല്ല. ആ കാലഘട്ടത്തിലാണ് താഴേക്കോട് മേഖലയിൽ ഏകദേശം ജോലി എടുക്കാനുള്ള എല്ലാവർക്കും ജോലിക്ക് സാധ്യത തുറന്നു കൊടുത്തത് ബാപ്പു ഹാജിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ബാപ്പു ഹാജി എന്ന് പറഞ്ഞ താഴേക്കോട് മേഖലയുടെ വ്യാപാരത്തിന്റെ നെടുംതൂണാണ്. പിന്നെ ആ സമയത്ത് ഇപ്പൊ നമ്മുടെ KTCയുടെ മുതലാളി അറിയപ്പെട്ടിരുന്നത് KTC ബസ്, നിറയെ ബസ്സുകളന്ന് പിൽക്കാലത്ത് ആ KTCയുടെ മുതലാളിയുടെ ചേനസ്വാമി എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടാൻ മാർക്കറ്റുകളിലും താഴെക്കോടുള്ള കൃഷി മേഖലയിലൊക്കെ അറിയുന്നത്. അദ്ദേഹം ഹോട്ടലിൽ വന്ന് താമസിക്കുമായിരുന്നു. താഴെക്കോട് ഭാഗങ്ങളിലുള്ള ഇഞ്ചി, ചേന, മറ്റു വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വാപ്പയുടെ സഹായത്തോടെ ശേഖരിച്ചു
കോഴിക്കോട്ടേക്ക് കയറ്റി പോകുന്നത്. അങ്ങനെ ഒരു ഇപ്പോൾ എറണാകുളം കോട്ടയം ഭാഗത്ത് പറഞ്ഞാൽ അന്ന് വാപ്പ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പച്ചക്കറികൾ 10 പൈസ 20 പൈസ ഒക്കെ കൂട്ടി വിറ്റിരുന്ന വ്യക്തികളെ ഇന്ന് 15 നിലയും 10 നിലയും ഒക്കെ ഉള്ള ആയിട്ട് ആയി മാറിയിട്ടുണ്ട്. വാപ്പ എറണാകുളം മാർക്കറ്റിലൊക്കെ ചെല്ലുകയാണെങ്കിൽ മാർക്കറ്റിലേക്കുള്ള ജോലിക്കാർ വഴിയിൽ നിന്നും നമ്മുടെ അങ്കമാലി തൊട്ടിട്ട് നമ്മുടെ ലോറിയിലാണ് വരിക. അവിടെ ലോഡ് ഇറക്കാനുള്ള ജോലിക്കാർ. വാപ്പുക്കാന്റെ വണ്ടി വന്നിട്ടുണ്ട്, അത് ഇറക്കിക്കോളിന്ന് പറഞ്ഞു. നമ്മൾ കൊണ്ടു ചെല്ലണ പച്ചക്കറിക്ക് പിടിവലിയായിരിക്കും. ഒരു ചാക്ക് എനിക്ക്, ഒരു കൊട്ട എനിക്ക്. ഏറ്റവും നല്ല പച്ചക്കറി ഇവിടുന്ന് മലബാറിലെ പച്ചക്കറി ഒറിജിനൽ. ആ ഭാഗങ്ങളില് പച്ചക്കറി എന്ന് പറഞ്ഞാല് നമ്മളെ കുറുപ്പന്തറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്തുനിന്ന് മാത്രമാണ് നമ്മളെ കുറുപ്പന്തറ എന്ന് പറഞ്ഞാല് തൃശ്ശൂർ അല്ല, എറണാകുളം ജില്ല തന്നെ. എറണാകുളം ജില്ലയിലെ വൈക്കം കഴിഞ്ഞിട്ട് കുറുപ്പന്തറ അങ്ങനെയാണ്. അവിടുന്ന് പച്ചക്കറി, നാടൻ പച്ചക്കറികൾ. പിന്നെ നമ്മുടെ മലബാറിന്ന് പറഞ്ഞാൽ വാപ്പ പൂവത്താണി ചന്ത, അലനല്ലൂർ ചന്ത, പെരിന്തൽമണ്ണ ചന്ത, പിന്നെ മലപ്പുറം കോടൂർ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ വെള്ളരിക്ക പോലത്തെ ഒക്കെ ഇതൊക്കെ ലോഡ് കണക്കിന്, അതായത് ആഴ്ചയിൽ 2-3 പച്ചക്കറി ലോഡുകൾ കൊണ്ടുപോകുന്നത് തുച്ഛമായ ലാഭത്തിലാണെങ്കിൽ കൂടിയിട്ട് അറിയപ്പെടുന്ന, അങ്ങനെ താഴെക്കൊണ്ട എല്ലാ മാർക്കറ്റുകളിലും ഒരു അറിയപ്പെടുന്ന കേന്ദ്രമായി മാറി. അത് വാപ്പാന്റെ ഇടപെടലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ അന്ന് പച്ചക്കപ്പ കൊണ്ടുപോയിരുന്നു സേലം ഭാഗങ്ങളിലേക്ക്. നമ്മളെ ചേക്കാന്റെ അവിടെ പച്ചക്കപ്പ കൊണ്ടുവന്നിട്ട് ഈ പച്ചക്കപ്പനെ മണ്ണിൽ മുക്കി, പച്ചക്കപ്പ മണ്ണില് മുക്കിയിട്ട് സേലം ഭാഗങ്ങളിലേക്ക് സ്റ്റാർച്ച് ഫാക്ടറിക്ക് കൊണ്ടുപോകാം. എന്ത് ഫാക്ടറി? സ്റ്റാർച്ച്, ഇത് പൊടിച്ച സ്റ്റാർച്ച് പൂളപ്പൊടി ആക്കിയിട്ട് അതുപോലെ ഉണക്കക്കപ്പ കൊണ്ടുപോയിട്ട് അതാണ് ഇപ്പൊ നമ്മളെ ഈ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് സാധനങ്ങൾ തട്ട് തിരിച്ചിട്ട് നമ്മളെ ഈ പശ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി നമ്മളെ ഈ ബേക്കറികളിൽ ഉപയോഗിക്കുന്നു. കൂളമില്ല് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഇന്നത്തെ തലമുറക്ക് അത് അറിയുമെന്നറിയില്ല. അമ്മിനിക്കാട് കൂളമില്ലുണ്ടായിരുന്നു, കാപ്പുമുഖം കൂളമില്ലുണ്ടായിരുന്നു. അതുമാതിരി ആനമങ്ങാട് കൂളമില്ലുണ്ടായി, തൂതിയിലും പൂളമില്ലുണ്ടായിരുന്നു. അന്നൊരു ചൊല്ലുണ്ടായിരുന്നു, ആനമങ്ങാട്ട പൂളമില്ല് മാതിരി എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ 3 മില്ലാണ്. അപ്പൊ 3 മില്ലാകുമ്പോ ഒരു മില്ല് വർക്ക് നിർത്തിയാൽ മറ്റേ മില്ല് തുറക്കും. അപ്പൊ 24 മണിക്കൂറിൽ 3 മില്ല് വർക്ക് ചെയ്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയണമെന്നറിയോ? ആനമങ്ങാട്ട പൂളമില്ല് മാതിരി എന്നുള്ളത്, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുണ്ട്, അവൻ വായ കമ്പനി ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനുള്ളത് പൂളമില്ലുകളാണ്. നമ്മളെ കാപ്മോത്തുള്ള മില്ല്, അതുപോലെ പിന്നെ തൂതൊക്കെ ആനമങ്ങാട് പറഞ്ഞത് ഒരാളായിരുന്നു ഹംസ മാഷ എന്ന് പറയുന്നത്. തൂതക്കുള്ള 5 മരക്കാർ സാഹിബിന്റെയായിരുന്നു ഇവിടെ. ഇപ്പൊ നമ്മളെ മല്ലാക്കിയിട്ട് താമസിക്കുന്നത് കാപ്മോത്ത്. പിന്നെ എൻ്റെ വാപ്പയും പിന്നെ NP മാമാർക്കയും റിയാരി വാർക്കോക്ക 3 പേര് കൂടെ ഇവിടെ മില്ലിലുള്ള സ്ഥലം മേടിച്ച് മില്ലിലുള്ള പണികളൊക്കെ തുടങ്ങി. അത് ചില സാഹചര്യങ്ങൾ കാരണം പിന്നെ അത് നടന്നില്ല. അത് താഴെക്കോട് നമ്മളെ കണ്ടപ്പാടിയിൽ താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വാഹനങ്ങളൊന്നും അന്ന് ഇല്ല. നമുക്ക് എൻ്റെ ഓർമ്മയില് താഴെക്കോട് ആദ്യമായിട്ട് ലോറി സംവിധാനമൊക്കെ തുടങ്ങിയത് വാപ്പയായിട്ടാണ്. പിന്നെ വേറെ വാഹനങ്ങൾ ജീപ്പൊന്നും അന്നില്ല. ജീപ്പ് അത് ചവർലേറ്റാണ്. അന്നൊരു ചവർലേറ്റ് സുബഹാൻ സാഹിബിന്റെ ഒരു ചവർലേറ്റ് അന്ന്. പിന്നെ മറ്റേ നാലകത്ത് കാതിറും അതിന് ശേഷമുള്ള ആളുകളാണ് അവരൊക്കെ ശേഷമുള്ള കാലം. അന്ന് സുബഹാൻ എന്റെ ചെറുപ്പത്തിൽ കാലഘട്ടത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. സുബഹാന്റെ ഒരു ചവർലേറ്റ് ഉണ്ടായിരുന്നു. സുബഹാൻ സാഹിബ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അത് വാഹനങ്ങളുണ്ടായിരുന്നു. അന്ന് കറണ്ട് ഇല്ലതായിരുന്നു.
അന്ന് കറണ്ട് ഇല്ല. ആ. കറണ്ട് താഴെക്കോട് വന്നിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 79 അല്ലെങ്കിൽ 80-ലാണ്. 80 കാലഘട്ടത്തിൽ. 80 കാലഘട്ടത്തിലാണ്. അതിൻ്റെ മുമ്പ് കറണ്ട് ഇല്ല താഴെക്കോട്. പിന്നെ നിങ്ങളെ ഓർമ്മയിൽ ഇപ്പൊ താഴെക്കോടുമായിട്ട് ബന്ധപ്പെട്ട് പാപ്പാന്റെ ബിസിനസ്സുമായിട്ട് അല്ല, അങ്ങനെ ബിസിനസ് വിപുലീകരിച്ചു. അങ്ങനെ നമ്മളെ താഴെക്കോടിന്റെ പെരുമ വാപ്പാന്റെ ഇടപെടലുകളുടെ എല്ലാ ഭാഗങ്ങളും അറിയപ്പെട്ടു എന്നാണ്. പിന്നെ മെയിൻ ആയിട്ട് താഴെക്കോടുകാർക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് എടുക്കാനുള്ളൊരു ആള് എന്നുള്ള നിലക്ക് ആളുകൾ കൃഷിയിലേക്ക് തിരിഞ്ഞു. അതിന്റെ ഒരു ആദായങ്ങളും ഒക്കെ മാർക്കറ്റുകളിലും മറ്റും അറിയപ്പെട്ടിരുന്നത് CHB എന്ന മാർക്കിലാണ്. CHB ലോറിമേ CHB എന്നായിരുന്നല്ലോ. CHB എന്നുള്ള മാർക്കിലാണ്. അലനല്ലൂർ ചന്തയിൽ നിന്നൊക്കെ വെറും പച്ചമുളക് മാത്രം ഒരു ലോഡ് കയറ്റി ഒരു ലോഡ്. അതായത് വാപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കും മാർക്കറ്റിലുള്ളവർ മുഴുവൻ. അങ്ങനത്തെ പച്ചക്കറികൾ മുഴുവൻ അലനല്ലൂര് പിന്നെ കയറ്റും. അവിടെ തന്നെ കയറ്റി കൊണ്ടുപോകും. അതൊക്കെ ഇപ്പോഴും ഓരോരുത്തർ പറഞ്ഞ് അറിവുള്ള കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ ഈ പച്ചക്കറി നമ്മൾ ഒരു 90-കളില് പച്ചക്കറി കൃഷി കുറഞ്ഞു വരാൻ തുടങ്ങി. ഈ കുറഞ്ഞു വരാൻ തുടങ്ങിയ സമയത്ത് അതിനു മുമ്പ് തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ച വ്യാപാരം ഉണ്ടായിരുന്നു. ഇവിടെ പച്ചക്കറികൾ കുറഞ്ഞു വരാൻ തുടങ്ങിയ സമയത്ത് പാലക്കാടിലെ മുണ്ടൂര്, കുഴൽമന്നം പോലത്തെ കോട്ടായി ഭാഗങ്ങളിലേക്ക് വ്യാപാരം വ്യാപിപ്പിച്ചു. അവിടെ നിന്നും ഈ പറഞ്ഞ ഉണക്കത്തപ്പ, ഈ കൂർക്ക, മറ്റ് സാധനങ്ങൾ ഇതുപോലെ മാർക്കറ്റുകൾ എറണാകുളം, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, കായംകുളം, തിരുവനന്തപുരം വരെ എല്ലാ മാർക്കറ്റുകളും പാലക്കാട് നിന്നും തുടങ്ങി. നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷി ഒരു 90-കളിൽ കുറഞ്ഞു വരാൻ തുടങ്ങിയല്ലോ. ആ സമയത്ത് ആ സമയത്ത് പൊള്ളാച്ചി ഭാഗങ്ങളിൽ നിന്നും പച്ചക്കറി എടുത്തു കൊണ്ടുവരും. അതായത് താഴെക്കോടിന്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പച്ചക്കറികൾ കയറ്റാൻ തുടങ്ങിയ സമയത്തും പച്ചക്കറികൾ കയറ്റി ജോലി സാധ്യതകളായി വീട് തുറപ്പും നെൽകൃഷിയിൽ നിന്നും കുറച്ചും കൂടെ പുരോഗമനം വന്നു. അക്കാലങ്ങളിൽ നമ്മളെ ബോംബെ കേന്ദ്രീകരിച്ച് ജനങ്ങൾ ബോംബെയിലെ ജോലി തേടി കൂടുതൽ ആളുകൾ പോകുമായിരുന്നു. കൂടാതെ പിന്നെ വയനാട് ഭാഗങ്ങളിലേക്ക് കരിപ്പണിക്ക് ആളെ കൊണ്ടുപോകുമായിരുന്നു. അതിൽ കരിപ്പണിക്ക് ആളെ കൊണ്ടുപോകുന്നതിൽ നമ്മളെ മാനാക്ക, മാളികപ്പൊടി, അതുപോലെ പിന്നെ നിരക്കാരാജി, അങ്ങനെ അവർക്കൊക്കെ നാലകത്ത് അങ്ങനെ കരിപ്പണിക്ക് ആ സമയത്ത് കരിപ്പണിക്ക് ഇവിടെ നാളെ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ എന്റെ വാപ്പയും കൊണ്ടുവരുന്നു. അതിന് മുമ്പേ മുസ്തഫ സാഹിബ് അത് വയനാടിനേക്കാളും അതിൽ പ്രാമുഖ്യം കൊടുക്കനായിരുന്നില്ലേ? അതെ, വയനാട് ഭാഗത്തേക്ക് പറഞ്ഞാല് കുടുക എല്ലാം പെട്ടല്ലോ. കരിപ്പണി കൊണ്ടുവരുന്ന ആളുകളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അങ്ങനെ കരിപ്പണിക്ക് പോകുമായിരുന്നു. അവർ 3 മാസം 4 മാസം കഴിഞ്ഞ് അങ്ങനെ താഴെക്കൊണ്ട് ഇങ്ങനെ സാമ്പത്തികമായി കുറച്ച് ഉയർന്നു വരാൻ തുടങ്ങി. പ്രധാന അത് ഒരു പരിധിവരെ വരാൻ കാരണം ബോംബെ കേന്ദ്രീകരിച്ച് ഗൾഫ് നാടുകൾക്ക് കുടിയേറ്റം തുടങ്ങി. ആ കുടിയേറ്റക്കാരുടെ പൈസ വരാതെ തുടങ്ങിയത് മുതൽ താഴെക്കോട് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറി പിന്നെ വ്യാപാരം അങ്ങനെ പുരോഗമിച്ചു വന്നു. അങ്ങനെ ഇപ്പൊ വരുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ഗൾഫ് നാടുകളെ ഒരു ആശ്രയിച്ചിട്ടാണ് നമ്മളെ പുരോഗമനം വന്നത്. എൻ്റെ വാപ്പ ജീവിതകാലം മുഴുവനും ഈ പലചരക്ക് വ്യാപാരം തന്നെയായിരുന്നു. ഒരു 10 വർഷക്കാലം ഞാനും പാലക്കാട് ഭാഗങ്ങളിലെ വ്യാപാരം കൊണ്ടു നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വാപ്പാൻ്റെ അത്ര ഞാണ്ട് ശ്രമിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പാപ്പ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ കൂടെ ഫോണിലൂടെ ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി. നിങ്ങളാണ് പാപ്പാന്റെ കച്ചവടമായിട്ട് നിങ്ങളെ പിന്നെ വേറെ മക്കളാരെങ്കിലും? വേറെ അതിനിടയ്ക്ക് ഞാൻ 10-15 വർഷക്കാലം ഗൾഫിലാവുന്ന സമയത്ത് അനുജൻ മുഹമ്മദ് അലി മൂപ്പരാണ് കച്ചവടം. പാപ്പാന്റെ കൂടെ ഹെൽപ്പറായിട്ടുണ്ടായിരുന്നു. ഗഫൂർ ചെറിയ അഞ്ചുണ്ടായി. ചെറിയ അഞ്ചനും എല്ലാം ഉണ്ടായിരുന്നു. പാപ്പാനെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായി. പിന്നെ ഗൾഫ് അവസാനിച്ചു വന്നിട്ടാണ് ഞാൻ ഈ വ്യാപാരത്തിലേക്ക് വീണ്ടും കച്ചവടത്തിലേക്ക്. പിന്നെ ഗൾഫിൽ പോകുമ്പോൾ
ഇതിന് മുമ്പ് ഞാൻ ഇല്ല. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പ്രവാസത്തിലേക്ക് പോയിക്കും. പ്രവാസത്തിലേക്ക് പോയി. 5 വർഷം കഴിഞ്ഞ് വന്ന് പ്രായാധിക്യം കാരണം വാപ്പനെ സഹായിക്കാൻ വേണ്ടി കാലം 10-12 വർഷക്കാലം നിങ്ങൾ വന്ന സമയത്ത് കൊണ്ടുനടന്നിരുന്നു. അല്ല, നിങ്ങൾ വന്നപ്പോ പാലക്കാടത്തെ കച്ചവടങ്ങളെ കൊണ്ടുനടന്നിരുന്നു. അവിടെ എന്റെ ഈ മലഞ്ചരക്കും പച്ചക്കറിയും ഒക്കെ അവിടെ സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ മാർക്കറ്റില് കൊണ്ടുപോകും. പിന്നെ അതില് ഇടക്ക് നമ്മളെ താഴെക്കൊണ്ടിന് പെരുമയിൽ എത്തിക്കാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു കാരണമുണ്ട്. അത് നമ്മളെ മുൻ വിദ്യാഭ്യാസ മന്ത്രി സൂഫി സാഹിബ് ആ കാലഘട്ടത്തിൽ, അതായത് നമ്മളെ പഴയ കാലഘട്ടത്തിൽ, ഇപ്പൊ തുടക്കം കുറിച്ച ആ കാലഘട്ടത്തിൽ തന്നെയാണ് 70-72 അന്ന് മുതലേ താഴെക്കോട് ഒരു രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി. ഒരു റേഷൻ ഷോപ്പ് പ്രശ്നമൊക്കെ ഉണ്ടായതിന്റെ പേരിലും അദ്ദേഹം അന്ന് പിന്നെ LLBക്ക് തിരുവനന്തപുരത്ത് പഠിക്കുകയായിരുന്നു. KK തങ്ങളെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ആ സമയത്ത് എന്തായാലും സൂഫി സാഹിബ് രാഷ്ട്രീയ രംഗത്ത് തുടക്കം കുറിച്ചത് താഴെക്കോടിന്റെ വളർച്ചയിലും അദ്ദേഹം MLA ആയതും 26 വർഷത്തോളം MLA എന്നുള്ള താഴെക്കോടിനെ കേരളത്തിൽ നല്ലൊരു പേര് ഉണ്ടാക്കിയത്. പിന്നെ സൂഫി സാഹിബ് താഴെക്കോടിനെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. പറയേണ്ട ഒരു കാര്യമാണ്, തീർച്ചയായും എടുത്തു പറയേണ്ട ഒരാളാണ്. അതുപോലെ തന്നെ ഈ പിന്നെ പണ്ഡിതന്മാരും പേര് കേട്ട സ്ഥലം തന്നെയാണ് താഴെക്കോട്. പണ്ഡിതന്മാര് കുഞ്ഞലവി മുസ്ലിയാര്, വൈദ് മുസ്ലിയാരൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, കുഞ്ഞലവി മുസ്ലിയാരെ എനിക്ക് ഓർമ്മയില്ല, വൈദ് മുസ്ലിയാർ ഉണ്ടായിരുന്നു. മൊയ്തീൻ മുസ്ലിയാർ, ആണെങ്കിൽ ചർച്ചയിലൊന്ന് പങ്കെടുക്കാം. എന്നോളെ 2 വാക്ക്. മൊയ്ത് മുസ്ലിയാരെ ഞാനൊക്കെ പഠിക്കുന്ന, ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് മൊയ്ത് മുസ്ലിയാരുണ്ട്. അതിനു മുമ്പ് കുഞ്ഞാലവി മുസ്ലിയെ കണ്ടിട്ടാണ് ഉണ്ടാവണം. അതായത് എനിക്ക് പണ്ഡിതന്മാരുടെ കേന്ദ്രമാണ് അത്. അതായത് ഈ പള്ളി കേന്ദ്രീകരിച്ച് ഉള്ള പ്രവർത്തനത്തില് പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രധാന പങ്ക് വാപ്പ വഹിച്ചു. സാമ്പത്തികമായി അങ്ങനെ വളർച്ച ഉണ്ടായി. രാഷ്ട്രീയത്തില് സൂഫി സാഹിബിന്റെ വരവ്, വ്യാപാര രംഗത്ത് വാപ്പാന്റെ ഇടപെടല്, അന്ന് അറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞതാണ് KMT BD കമ്പനി, പലചരക്കട. ഇവിടെയൊക്കെ എല്ലാം പലചരക്ക് വന്നിരുന്നത് മുൻകാലങ്ങളിൽ പറയുന്ന കേട്ടിട്ടുണ്ട് കളവണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പാലക്കാട് നിന്ന് മുതലോട് വന്നാൽ പെരിന്തൽമണ്ണ വരെ കൊണ്ടുപോയാലും ബാക്കിയായി. പാലക്കാട് പൂവത്താണിയിൽ ഒരു പലചരക്കട പ്രധാന. അരക്കുപറമ്പില് നമ്മളെ വണ്ടിയോടനായ മുട്ടിയായി അദ്ദേഹത്തിന് ഒരു പലചരക്കട. അത് കഴിച്ച് പിന്നെ താഴെക്കോടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 4 കടകളുണ്ടായത്. സൂഫി സാഹിബിന്റെ വാപ്പാന്റെ ഇടപെടല് നമ്മളെ താഴെക്കോടിന്റെ ഒരു വളർച്ചക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ തുടക്കത്തിൽ ഈ പള്ളി ബിൽഡിങ് ഒരു ആരംഭത്തിലൊക്കെ വാപ്പ സ്റ്റാർട്ടിങ്ങിന്റെ ഏതായാലും ഗൾഫ് നാടുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൈസ വരവ് തുടങ്ങുന്ന അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ താഴെക്കോട് പ്രദേശത്ത് നിവാസികളുടെ മാറി കൂടുതൽ പേര്. അതിനൊരു പ്രധാന കാരണം നമുക്ക് ബോംബെ കേന്ദ്രീകരിച്ച് താഴെക്കോട് ജമാഅത്തിന്റെ ഒരു റൂമുണ്ടായിരുന്നു. അതായത് ആ റൂം അതൊരു പ്രധാന പങ്ക്. ആ റൂം അവിടെ വരാൻ കാരണം പഴയ കാലങ്ങളിൽ നാട് വിട്ടുപോയ ഹംസാക്ക, ഇവിടെ ഒടുവിൽ ഹംസാക്ക, പിന്നെ അങ്ങനെ കുറെ പഴയ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കൊളച്ചാലി മുഹമ്മദ് കുട്ടി, അങ്ങനെ സ്ഥിരമായി അവർ സീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ജോലിക്ക് പോയതാണ്. ഈ സീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ മുതലാളിയാണ് ആ റൂം എടുത്തു കൊടുത്തത്. അത് പിന്നെ താഴെക്കോട് താഴെക്കോട് മഹലിന്റെ ഒരു റൂമായി മാറി. ആ അത് കേന്ദ്രീകരിച്ചാണ് ഇവിടെ നിന്നും ബോംബെയിലേക്ക് നാട് വിട്ടിരുന്നതും അവിടെ നിന്നും ഗൾഫിലേക്ക് കുടിയേറി. അതായത് ഗൾഫ് നാടുകളിലെ പണം വരവില് വേണ്ട താഴെക്കോട് പുരോഗമനത്തി സാമ്പത്തികമായ വളർച്ചയിലെത്തി. പിൽക്കാലത്ത് നമ്മുടെ താഴെക്കോടിന് ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറാൻ കാരണം ഈ പള്ളി കോംപ്ലക്സാണ്.
ഇപ്പൊ വീണ്ടും ഒരു പ്രതാപത്തിലേക്ക് വന്നു. നിർമ്മാണത്തിലും പള്ളിയുടെ പരിപാലനത്തിലും മറ്റു കമ്മിറ്റി പുരോഗമനത്തിലും നമ്മുടെ കല്ലടി അംസാക്ക, കല്ലടി കുഞ്ഞിന്റെ അജി, കല്ലടി അംസാക്ക എന്ന് പറഞ്ഞാൽ കല്ലടി യൂസഫിന്റെ വാപ്പ, പിന്നെ മുഹമ്മദ് അജി, കൊളച്ചാലിൽ മുഹമ്മദ് അജി, കായും കുട്ടിയാക്ക, മുഹമ്മദ് അജി, അങ്ങനെ ഓർമ്മയിൽ വന്ന അവരൊക്കെ പള്ളി അവരെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും അപ്പാക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആദ്യത്തെ പള്ളി പൊളിച്ച് രണ്ടാമത് പാർക്ക് കെട്ടിടം ഉണ്ടാക്കി. ആ സമയത്ത് ഞാനൊക്കെ ഗൾഫിലാണ്. ആ സമയത്താണ് പണി നടക്കുന്ന സമയത്താണ് ഇവിടെ അറബിയായിട്ട് വന്നത് അല്ലേ? അത് താഴെക്കൂടെ ആദ്യമായിട്ട് ഒരു അറബി വരുന്നത് എന്റെ കൂടെയാണ്, എന്റെ മോളെ മുതലാളിയാണ്. അദ്ദേഹം നമ്മളെ കൊടികുത്തി മലയിൽ അടക്കം പോയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ 2-3 തവണയായിട്ട് 10 പിന്നെ അങ്ങനെയുള്ള ചരിത്രങ്ങളാണ്. ഏതായാലും ഈ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അങ്ങാടി ആയത് നമ്മുടെ കോംപ്ലക്സ് തന്നെയാണ്, പള്ളി കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് അത് നല്ല പിന്നെ പ്രതാപം കച്ചവട സ്ഥാപനങ്ങൾ കൂടുതൽ വന്നതും ഇടയ്ക്കൊക്കെ ഈ ഗൾഫ് നാടുകളിലുള്ള പണത്തിൽ നമുക്ക് ആ ഭാഗങ്ങളിൽ കച്ചവടം വന്നില്ല. അന്നും ഈ ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ പുറമ്പോക്കിലാണ് കച്ചവടം ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താഴെക്കൂടെ നല്ല ഒരു വീണ്ടെടുത്തു, നല്ല വ്യാപാര കേന്ദ്രങ്ങൾ വന്നു. അങ്ങനെ ഈ പുരോഗമനം ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യാപാരി വ്യവസായി യൂണിറ്റിന് ഇങ്ങനെ ഒരു ആശയം വന്നത് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായി തന്നെ പിന്നെ താഴെക്കോടിന്റെ വ്യാപാര മേഖലയിൽ കൃത്യമായി ഇടപെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിയേറ്റ കർഷകരുടെ ഒക്കെ ഒരു അത്താണിയായും അതുപോലെ തന്നെ ഇവിടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാർക്ക് അവരുണ്ടാക്കുന്ന കൃഷിയും മറ്റ് ഉൽപ്പന്നങ്ങളും ഏറ്റെടുക്കാനുള്ള ഒരു ശ്രദ്ധാകേന്ദ്രം അവർക്കുള്ള അത്താണി എന്നുള്ള നിലക്കൊക്കെ ബഹുമാനായ CH ബാപ്പുഹാജി നാട്ടുമധ്യസ്ഥ രംഗത്തും നാട്ടുകാരുടെ ഒരു കാരണവർ എന്നുള്ള നിലക്കും എല്ലാ മേഖലയിലും അന്നത്തെ ആ ഒരു വിവാഹങ്ങളിലൊക്കെ പ്രധാന പങ്കുവഹിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ മുഖ്യ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൂടി താഴെക്കോടിന്റെ ആ ഒരു ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ, വ്യാപാരികൾ പുറത്തിറക്കുന്ന ആ ചരിത്ര പുസ്തകം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലുള്ള CH ബാപ്പുഹാജിയെ പോലുള്ള ആളുകളുടെ കൃത്യമായ പങ്കാളിത്തം നമ്മൾ പറയേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് മുസ്തഫാക്ക എന്നെ ഞങ്ങളെ വിളിച്ചിട്ടുള്ള. മുസ്തഫാക്ക ഇനിയും എന്തൊക്കെ കുറച്ചുകൂടി പറയാൻ മുസ്തഫാക്ക ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് തന്നെ സാമൂഹിക രാഷ്ട്രീയമായ രംഗത്തും സാംസ്കാരിക സാമൂഹിക രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പിന്നെ താഴെക്കോട് മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ്, താഴെക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2019 ജനുവരി 30 അദ്ദേഹം ഇന്നത്തോട് എത്ര വയസ്സ്? 85 വയസ്സ്. ഏതായാലും മറ്റേ ചർച്ചയിൽ കൃത്യമായി തന്നെ അലിക്കാക്ക് 2 വാക്ക് നിങ്ങൾ ഇരിക്കും ഇന്നത്തെ അല്ല എന്നാലും ഏതായാലും ചർച്ച അവസാന വാക്കിലേക്കാണ് ജനറൽ സെക്രട്ടറി അല്ല ചർച്ച ചർച്ച എന്ന് പറയുമ്പോൾ അത് ഒരു വിപുലമായ രീതിയിൽ അത് നമ്മളെ ഭാവിയിലുള്ള ആളുകൾക്ക് മനസ്സിലാകാനും താഴെക്കോടിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചർച്ചകൾ നടത്തി വലിയൊരു ഗംഭീര ഒരു സോഷ്യൽ മീഡിയ അല്ല ഉദ്ദേശിക്കുന്നത്. വരും തലമുറക്ക് പഠനാർഹമായ കാര്യങ്ങളിൽ കൂടി ഇതിൽ നമ്മൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. നമ്മളെ പുൽക്കട അലിയാക്ക ഇവിടെ ഒരു 2 ഇരിക്കികൾ സംസാരിക്കൊന്നും വേണ്ട. നമ്മളെ താഴെക്കോടിന്റെ ചരിത്രത്തില് മുസ്തഫാക്കാന്റെ ഒക്കെ പ്രായക്കാരാണ് അല്ലേ? ഒരേ പ്രായക്കാരാണ്. അലിയൊക്കെ ഇവിടെ ഇന്നത്തെ ചർച്ചയില് എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് സംസാരിച്ചോളൂ. പുൽക്കട നിങ്ങളുടെ പാപ്പന്റെ പേരും പുൽക്കട ഹുസൈനാരാക്കാന്റെ മകന് പുൽക്കട അലിയാക്ക കൂടി നമ്മളെ ചർച്ചയില് ഉൾപ്പെടുന്നുണ്ട്. 2 വാക്ക് അലിക്കാക്ക് കൂടി.
മെയിൻ പുരോഗമനം ഈ പള്ളി ആ ഈ ബിൽഡിങ്ങുകൾ തന്നെയാണ് മെയിനായിട്ട്. ഈ കാലത്ത് ഇതൊന്നും ഇല്ല, ഒക്കെ പുതുതായി വന്നു. കുടുംബത്തെ നല്ല ഉഷാറിലാണ്. പിന്നെ അന്ന് താഴെക്കൂടെ ഈ വാഹനങ്ങളൊക്കെ ജീപ്പും മറ്റുള്ള ടാക്സി വാഹനങ്ങളൊക്കെ തുടക്കത്തില് അതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് അലിക്കാക്കാന്റെ ഫാമിലിയാണെന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ അല്ലേ? അങ്ങനെ തന്നെയാണ്. ടാക്സി വാഹനങ്ങളെ ജീപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അലിക്കാക്കാന്റെ ഫാമിലി, അലിക്കാക്കി അതുപോലെ തന്നെ അഞ്ചൻ അബോക്ക പിന്നെ യുഷ്പാക്ക, അങ്ങനെ ആ ഒരു ഫാമിലിയാണ് ശരിക്കും ടാക്സി വാഹനങ്ങളുടെ തുടക്കം എന്നുള്ള നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടോ? നമ്മള് നിലമ്പൂര് തലക്കപ്പ സ്ഥലത്തിന്റെ പേര് കിട്ടുന്നില്ല, നമ്മളെ മറ്റേ ചന്തക്കുന്ന വഴിക്കടവ് ഒരു പ്രാവശ്യം നമ്മള് നിങ്ങളൊക്കെ അന്ന് ജീപ്പുണ്ടായിരുന്നു. നമ്മളെ തെക്കത്ത് അംസാക്കാനെ പോയൊരു ഓർമ്മയുണ്ടോ? അപ്പൊ ഏകദേശം എത്ര വർഷം ഉണ്ടാവും? 50 വർഷമായിട്ടുണ്ടാവും. 50 വർഷമായിട്ട് നമ്മുടെ ജീപ്പ് അന്ന് ഡ്രൈവർ ഞാനും ഡ്രൈവറായിട്ട് നിങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ കിളിയായി. പിന്നെ ഒരു ഏതായാലും കൂട്ടത്തിൽ കൂടെ ഒരു കാര്യം, അന്ന് സൂഫി സാഹിബിന്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് അജിയാണ് ആ ജീപ്പിലെ ഡ്രൈവർ, ഞങ്ങളെ ജീപ്പില്. അന്നൊക്കെ ഇലക്ഷൻ സമയത്ത് നമ്മളെ അരക്കുറമ്പ് പ്രദേശങ്ങളിലൊക്കെ ഉൾനാടുകളിലെ കട്ട റോഡുകളിലൊക്കെ വണ്ടി കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഈ അങ്ങനെ അവിടുന്ന് ഡീസൽ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇലക്ഷൻ വർക്കായിരുന്നു. ഇലക്ഷൻ വർക്കിന് ഓടാൻ വേണ്ടിയിട്ട് സൂപ്പാക്കിയൊക്കെ വന്ന് വണ്ടികള് ലൈനിൽ ഓടാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. ഞാനും അബ്ദുല്ലക്കാണ് അതിന് എണ്ണ എടുത്ത് വണ്ടികൾക്ക് സപ്ലൈ ചെയ്തിരുന്നു. അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പാർക്ക് പിന്നെ പുറത്ത് മെഴുതിരി കത്തിച്ചിട്ട് അങ്ങനെ എനിക്ക് വന്ന് ബിൽഡിങ് കത്തി. അല്ല, അതിൽ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ അന്ന് നമ്മളെ പിന്നെ ഫയർഫോഴ്സ് കോഴിക്കോടുന്നാണ് ഫയർഫോഴ്സിന്റെ വണ്ടി വന്നിട്ടാണ് തീ കെടുത്തി. അന്ന് ഞാൻ കെടുത്തിലാണ്. ഞാനിപ്പോ ഇത് പറയും 50 വർഷം എന്ന് പറയുമ്പോ ഞാനന്ന് വളരെ ചെറിയ 10-12 പക്ഷെ അന്ന് നിലമ്പൂര് വഴിക്കടവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു പുഴയൊക്കെ കടന്നു പോയ ഒരു ഓർമ്മ മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ്. ഇന്നത്തെ ചർച്ചയില് അലിക്കാക്കാന്റെ സാന്നിധ്യം കൂടി നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചാൽ താഴെക്കൂടെ പിന്നെ ടൗണിൽ തന്നെ ജീവിച്ചു വളർന്നൊരു വ്യക്തി എന്നുള്ളതിനൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ പള്ളിക്ക് ഇറങ്ങുന്ന സമയത്ത് അലിക്കാക്കങ്ങളാണ് പിന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തി. പറയേണ്ടതാണ്, അതല്ല എടുത്ത് നമ്മള് ചർച്ച എന്ന് പറയുമ്പോ താഴെക്കൊണ്ട ചരിത്രം എന്ന് പറയുമ്പോ ഇതൊക്കെ തന്നെയാണ്. അതിന് നിങ്ങളെക്കാൾ നല്ല മനസ്സുകൊണ്ട് ആ ചെയ്ത വ്യക്തിമുദ്ര അത് എടുത്ത് പറയണം. അതിന്റെ ഒരു ഗുണം നിങ്ങൾ നിങ്ങളുടെ എളിമ കൊണ്ട് അത് പറയാതിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഓർമ്മയിൽ അത് എടുത്ത് പറയാലോ. അതിന് നിങ്ങൾ ഇന്നലെ നാസർ മാഷ് ചർച്ചയിൽ നാസർ മാഷ് എടുത്തു പറഞ്ഞു പിന്നെ റമളാനിലെ സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടേക്കൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ധർമ്മം, നല്ല സഹായം. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞങ്ങൾക്ക് എന്റെ കുട്ടിക്കാലം, അതായത് അത്യാവശ്യം അറിവ് വെച്ച മുതൽ ഞങ്ങളുടെ പാപ്പ എല്ലാ വർഷവും നോമ്പിന് 27 അത് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമുള്ള ദിവസമായിരുന്നു. എല്ലാ വർഷത്തിലും ഈ കൊടുക്കുന്നതന്നെ ഞങ്ങളുടെ കുടുംബങ്ങള് മറ്റ് എല്ലാവരും ഒരുമിച്ച് കൂടും. ഞങ്ങളൊക്കെ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ആ നോമ്പ് വരാന്ന് പറഞ്ഞാൽ 27 വരിക നമ്മുടെ കുടുംബത്തിലല്ല, അത്രയും സന്തോഷമായിട്ടുള്ള കൂട്ടം കൂടി ഇരിക്കണം. അതില് വാപ്പ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കും ചെയ്യും. ഉള്ളതിനനുസരിച്ചുള്ള നമ്മള് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ എല്ലാ ഭാഗങ്ങളിലും അരക്കറമ്പൊന്നും കിട്ട് എല്ലാ
വളരെയധികം സന്തോഷമായിരുന്നു എന്റെ സ്ത്രീകളും പിതാവിനകത്ത്. കുട്ടികളും അത് ഞങ്ങൾക്ക് അത് കാണാനും ആ ഒരു നോമ്പ് വരാറിനെ നോമ്പ് കൊടുക്കലെ നോമ്പ് വരാന്നുള്ള ആ സന്തോഷത്തേക്കാൾ കൂടുതൽ ഇതൊക്കെ അത് 27-ാമെന്ന് പറഞ്ഞാൽ 26-ന് തുടങ്ങിയിട്ടുണ്ടാവും. അതേതായിരുന്നാലും മുസ്തഫ സാഹിബ് പറഞ്ഞേക്കാളും നല്ലത് കണ്ടറിവില്ല ഞങ്ങൾ പറയുന്നത് ഏറ്റവും പണി. അത് 27-ാമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രായത്തിൽ ഞാൻ 80-ൽ കേട്ടു. അപ്പൊ 80 എന്ന് പറയുമ്പോ 45 വർഷം മുമ്പ്. അപ്പൊ എന്റെ പ്രായത്തിന്റെ ചെറുപ്പത്തിൽ മറ്റേ 27-ാമെന്ന് പറഞ്ഞാല് നമ്മളങ്ങോട്ട് ചെന്നിട്ട് മറ്റേ ഒരു ജനക്കൂട്ടായിരിക്കും അവിടെ. എന്നിട്ട് അവിടെ നിന്ന് 50 പൈസ ഒരു നിങ്ങൾ 50 പൈസ എന്ന് പറയുമ്പോ ചെറുതായി കാണരുത്, അന്നൊരു വലിയ സംഖ്യയാണത്. 500 അവർക്ക് എത്തൂല. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സ്, അതായത് ദാനധർമ്മങ്ങളിൽ ആൾക്കനുസരിച്ച് കൊടുത്തിരുന്നു, വലിപ്പത്തിനനുസരിച്ച് കൊടുത്തു. മാത്രല്ല ആളറിഞ്ഞും കൊടുത്തു. ഏതായാലും ചർച്ച നമ്മൾ 1 മണിക്കൂർ ഇന്നത്തെ ചർച്ച വളരെ ഗംഭീരമായി തന്നെ കൊണ്ടുപോയി എന്നുള്ളത്. അതിൽ നമുക്ക് കൃത്യമായി തന്നെ താഴെക്കൊണ്ട ചരിത്രത്തിലെ വ്യാപാര സമൂഹത്തിന്റെ അതിൽ ഏറ്റവും നെടുന്തൂണായ CH ബാപ്പുജിയെ നമ്മൾ പരാമർശിച്ച് അദ്ദേഹത്തിന്റെ മൂത്ത മോഹൻ തന്നെ ചർച്ചയിൽ പങ്കെടുത്തതിൽ യൂണിറ്റ് കമ്മിറ്റിക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും സന്തോഷവും അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയങ്കരനായ പുൽക്കട അലിക്കാക്കും ആലക്കോട് യൂണിറ്റ് വ്യാപാരി കമ്മിറ്റിയുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നമ്മള് അവസാന ദിവസത്തിലേക്ക് ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഗംഭീരമായി എല്ലാ പ്രാർത്ഥനകളും മറ്റൊക്കെ ഉണ്ടാകുന്നത് കൂടി ഈ സമയത്ത് നടത്തിക്കൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഫോട്ടോ